പണ്ട് മലപ്പുറത്ത് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു കള്ളുകുടിയൻ ഇച്ചിരി അടിച്ചിട്ട് അവിടെ നിൽക്കുക. പുള്ളി കൊണ്ട് വന്നിട്ട് അപ്പോൾ നിങ്ങളെ ദൈവം കൊള്ളാം എന്നാ പണ്ടങ്ങാണ്ടൊരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാണോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയെന്ന്? പണ്ടങ്ങാണ്ടൊരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാണോ ഇത്രയും വിഷയം ഉണ്ടാക്കിയത്? അപ്പോൾ പല ആളുകളുടെയും ചിന്ത ഒരു പഴം തിന്നതാണോടോ ഉപദേശി പാപം. ചോദ്യം വരണം, നല്ല ചോദ്യമാണ്. പണ്ടങ്ങാണ്ട് ഒരു പെണ്ണുമ്പിള്ള ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ള അതുകൊണ്ട് ഇച്ചിരി കെട്ടിയവന് കൊടുത്തു, അതിനിപ്പം ഇത്ര വലിയ വിഷയം എന്താന്ന്? ശരിയാ, നല്ല ചോദ്യമാണ്. അപ്പോൾ ഒന്ന്, ഒരു പഴം തിന്നതാണോ പാപം? ചോദ്യം ഒന്ന്, ഉത്തരം പിന്നാലെ പറയും. രണ്ട്, പൊതുജനം ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഇനിയിപ്പോൾ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ആദമും ഹവ്വയും പാപം ചെയ്തു, സമ്മതിച്ചു, ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു. അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ? ചോദ്യം രണ്ട്. ചോദ്യം മൂന്ന്, ഇനിയിപ്പോൾ അങ്ങനെയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് പാപിയായ പോരെ, ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കണോ? മനോഹരം, നല്ല ചോദ്യങ്ങളാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഉത്തരം നമ്മളൊന്ന് പഠിക്കാൻ പോവാം. കേവലം ഒരു പഴം തിന്നതാണോടോ ഉപദേശി പാപം? അല്ലല്ലല്ല, അല്ല. പിന്നെന്താ പാപം? കേട്ടോ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അതിര് തർക്കം ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുക. രണ്ട് വീട്ടുകാർ തമ്മിൽ അതിര് തർക്കം, അടിയായി, അടി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, സമാധാനിപ്പിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ ഒന്ന് ക്ഷമിക്കും, എയർപോർട്ട് ഇതൊന്നും കൊണ്ടുപോകുന്നില്ല, മൊട്ടുസൂചി പോലും കൊണ്ടുപോകത്തില്ല, ഇടുന്ന തുണി പോലും കൊണ്ടുപോകത്തില്ല, പിന്നെ എന്തിനായി കിടന്ന് അടിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാലും ഇവൻ സമ്മതിക്കുകയല്ല. അപ്പോൾ ഇപ്പുറത്തവനെ സമ്മതിപ്പിക്കാൻ നോക്കി, അവനും സമ്മതിക്കുകയല്ല, രണ്ടു കൂട്ടരും സമ്മതിക്കുകയല്ല. എന്നാൽ കോടതി കേസെടുക്കട്ടെ, കേസെടുക്കും, കോടതി വിധി വരുന്നവരെ ഇനി ഇവിടെ മിണ്ടിയേക്കരുതെന്ന് പറഞ്ഞു. സമ്മതിച്ചു സാറേ, നിങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിച്ചു. ആ മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കരഞ്ഞ് മേടിച്ചു. ഞങ്ങൾ കൊല്ലത്തുകാർ ഇഴക്കയറെന്നാണ് പറയുക, 2 രൂപയുടെ ഇഴക്കയർ. തിരുവനന്തപുരത്തുകാർ ചല്ലിയെന്നോ പൊച്ചം അല്ലേ, എന്തെങ്കിലും ആവട്ടെ. 2 രൂപയുടെ കയറ് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തിരിച്ചെല്ലാം കെട്ടിവെച്ചേച്ച് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുത്. കേട്ടു, നിങ്ങൾ കേട്ടു. പോലീസും പോയി, റവന്യൂവും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലൊരു ചെറുക്കനുണ്ട്, തലതെറിച്ച ചെറുക്കൻ, എല്ലാത്തിലും കാണുമല്ലോ ഒരെണ്ണം. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറും കെട്ടി വെച്ചിട്ട് പോയേക്കുന്ന കയറങ്ങ് മുറിച്ചു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വരുന്നു. ആരടാ കയറ് മുറിച്ചത്? ഉണ്ടല്ലോ അവനാ സാറ്. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു, കൊടുത്തു ചെവിക്കല്ലിട്ട് ഒറ്റയടി. കരടാ ജീപ്പിലെന്നും പറഞ്ഞ് എടുത്ത് ജീപ്പിലോട്ടിട്ടു. ഇത് കണ്ടുകൊണ്ട് അവിടെ മുറുക്കിക്കൊണ്ടൊരു അമ്മച്ചി ഇരിപ്പുണ്ട്. അമ്മച്ചി പറഞ്ഞ ഡയലോഗ് കാട്ടാക്കടക്കാരൊന്ന് ശ്രദ്ധിച്ച്. അമ്മച്ചി പറയുകയാണ്, അയ്യോ എന്തരടിയാ കൊച്ചിനായിട്ട് അടിക്കുന്നത്, 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. അമ്മച്ചിക്ക് എന്ത് മനസ്സിലായി? 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനിട്ട് തല്ലണോ? അതുകൊണ്ട് മത്താട് കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് നിങ്ങൾ മേടിച്ചു, ആ കൊച്ചിനെ അങ്ങ് വിട്. അമ്മച്ചിക്ക് അതേ മനസ്സിലായുള്ളൂ. എന്നാൽ വാസ്തവം എന്താ? 2 രൂപയുടെ കയറ് മുറിച്ചതിനാണോ പാസ്റ്ററെ അടി? അല്ല, അവിടെ നിയമലംഘനം നടന്നു എന്നുള്ളതാണ് വിഷയം. നിയമലംഘനം നടന്നു. ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം ലംഘിക്കുക. നിയമലംഘനം നടത്തിയവൻ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന നിയമം അനുസരിച്ച നടപടികളിലൂടെ പോയി ജാമ്യമെടുത്ത് പുറത്തു വരണമാണ് ഈ ലോകത്തിലെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവവചനത്തിന്റെ പ്രസ്താവന, പാപത്തിന്റെ ശമ്പളം മരണം, പാപം ചെയ്ത ദേഹി മരണത്തിലൂടെ കടന്നു പോകണം. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു പഴം തിന്നതല്ല, ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം ലംഘിച്ചത് നിമിത്തം മനുഷ്യന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചു എന്നുള്ളതാണ് ബൈബിൾ പറയുന്ന 1-ാം ഘട്ടം.